നമുക്കിത്രയും ദൈവങ്ങൾ. അപ്പൊ കുട്ടിക്ക് സംശയമായി, അവർക്കൊരു ദൈവം, നമുക്ക് അനേക ദൈവം, ഇതെന്താണ്? അതുപോലെ തന്നെ അവരൊക്കെ പറയുന്നു അവരെ മതത്തിന് ഒരു ഗ്രന്ഥം, ബൈബിള് ക്രിസ്ത്യാനിക്ക്, മുസ്ലിമിനൊരു ഗ്രന്ഥം, ഹിന്ദുവിന് അനവധി ഗ്രന്ഥം. ഇതെന്താണ്? എന്താണ് ശരിക്കും ഹിന്ദുമതം? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭാഗവതത്തെ നമ്മൾ വായിക്കുന്ന രൂപത്തിൽ കേൾക്കുന്നതിന് പകരം ഭാഗവതം ഹിന്ദുമതത്തിൻ്റെ ഒരു ഗ്രന്ഥമായതുകൊണ്ട് മൊത്തം ഹിന്ദുമതത്തെ നമ്മൾ മനസ്സിലാക്കുക. ഭാരത സംസ്കൃതി പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ തലത്തിൽ നിന്ന് നമ്മുടെ മതത്തെ മനസ്സിലാക്കിയിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പം ഒരു കൊച്ചുകുട്ടി വളർന്നു വരുമ്പോൾ അനേകം അവതാര പുരുഷന്മാരെയൊക്കെ കാണുന്നു, കൃഷ്ണനെ കാണുന്നു, ഗുരുവായൂരപ്പനെ തന്നെ പല വിധത്തിൽ കാണുന്നു, രാമനെ കാണുന്നു, അയ്യപ്പനെ. ഈ കുട്ടി പിന്നീട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ, സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഇസ്ലാം മതത്തിൽ വരുന്ന കുട്ടികൾ, ക്രിസ്തു മതത്തിൽ വരുന്ന കുട്ടികളൊക്കെ നോക്കുമ്പോൾ അവരെല്ലാം ഒരു ക്രിസ്തുവിലോ ഒരു നബിയിലോ അല്ലെങ്കിൽ ഒരു അള്ളാഹുവിലോ ഒക്കെ വിശ്വസിക്കുന്ന കുട്ടികൾ. നമുക്കിത്രയും ദൈവങ്ങൾ. അപ്പൊ കുട്ടിക്ക് സംശയമായി, അവർക്കൊരു ദൈവം, നമുക്ക് അനേക ദൈവം, ഇതെന്താണ്? അതുപോലെ തന്നെ അവരൊക്കെ പറയുന്നു അവരെ മതത്തിന് ഒരു ഗ്രന്ഥം, ബൈബിള് ക്രിസ്ത്യാനിക്ക്, മുസ്ലിമിനൊരു ഗ്രന്ഥം, ഹിന്ദുവിന് അനവധി ഗ്രന്ഥം, ഇതെന്താണ്? അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ മതത്തെ നോക്കുകയാണെങ്കിൽ ക്രിസ്തു മതം അതിനൊരു സ്ഥാപകനുണ്ട്, ഇസ്ലാം മതത്തിൻ്റെ സ്ഥാപകനുണ്ട്. പക്ഷെ നമുക്ക് ആരാണ്, നിങ്ങളുടെ മതം ആരാണ് സ്ഥാപിക്കുന്നത്? നമ്മളൊക്കെ നോക്കുമ്പോൾ, നമ്മൾ കുട്ടികളുടെ തലത്ത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ശരിക്കും ഹിന്ദുമതം. ഇവിടെ 2 തരം മതങ്ങളാണുള്ളത് ലോകത്തിൽ. ദർ ആർ 2 ടൈപ്പ് ഓഫ് റിലീജിയൻ. അതിൽ ഒന്നാമത്തത് ദൈവവിശ്വാസത്തിൻ്റെ മതമാണ്. ദൈവം ഓറിയന്റഡാണ്, ദൈവവിശ്വാസത്തിൻ്റെ മതമാണ്. ദൈവം എന്നത് മാറ്റി നിർത്തിയ പിന്നെ മതം തന്നെ ഇല്ല. എന്നാൽ രണ്ടാമത്തെ മതം എന്ന് പറയുന്നത് ആത്മീയ മതമാണ്. ഇത് 2 വാക്കുകൾ തന്നെ വ്യത്യാസമാണ്. ഒന്ന് ആത്മീയമാണ്, മറ്റൊന്ന് ദൈവവിശ്വാസത്തിൻ്റെ മതമാണ്. ഇത് അടിസ്ഥാനമായിട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ, മറ്റുള്ളവർ മനസ്സിലാക്കാനായിട്ട്. അതായത് ഹിന്ദു മതത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആത്മീയ മതമാണ്. എന്താണ് ഈ മതം എന്നതുകൊണ്ട് മറ്റുള്ളവർ വിചാരിക്കുന്നത് വിശ്വാസം, ദൈവത്തെ വിശ്വസിക്കുക. അപ്പം നമ്മളെ സംബന്ധിച്ച് മതം എന്ന് പറയുന്നത് വിശ്വസിക്കലല്ല, മനസ്സിലാക്കി അനുഷ്ഠിച്ച് അത് കാണിച്ചു തരുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. അപ്പം മതം എന്ന് പറയുന്നത് മതി, ബുദ്ധിയുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ് മതം. അപ്പം അതിനെ മനസ്സിലാക്കേണ്ടതാണ് ഹിന്ദുമതം. മറ്റതെല്ലാം മനസ്സിലാക്കേണ്ടതില്ല, ജസ്റ്റ് പ്രാർത്ഥന. ഇപ്പം ഇവിടെ ഒന്നുകൂടി നമ്മൾ ആഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ദൈവവിശ്വാസത്തിൻ്റെ മതം. അപ്പോൾ മറ്റു മതങ്ങളൊക്കെ വിശ്വസിക്കുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്, അടിമകളാണ്. അപ്പം ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ, കൽപ്പനകളെ, അതായത് ദൈവം ഒരു മെസ്സഞ്ചറെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പം ക്രിസ്ത്യാനികൾ ആ മെസ്സഞ്ചറെയാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുന്ന ക്രിസ്തുവിന് സങ്കല്പം കൊടുത്തിരിക്കുന്നത്. മുസ്ലിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ദൂതനായി വന്നിരിക്കുന്ന ആളെ പ്രവാചകൻ എന്ന് വിളിക്കുന്നു, മുഹമ്മദ് നബി എന്ന പ്രവാചകൻ. ഇവരിലൂടെ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ഓർഡേഴ്സ്, കൽപ്പനകളെ മനുഷ്യൻ അനുസരിച്ചാൽ ആ മനുഷ്യന് ദൈവമിരിക്കുന്ന സ്വർഗമോ, അല്ലെങ്കിൽ അവൻ അനുസരിച്ചില്ലെങ്കിൽ ദൈവം അവനെ നരകത്തിലേക്കോ കൊണ്ടുപോകും. അപ്പം 3 കാര്യങ്ങളാണ് ഈ ദൈവവിശ്വാസ മതം പഠിപ്പിക്കുന്നത്. ഒന്ന് സൃഷ്ടി, ദൈവത്തിൻ്റെ സൃഷ്ടി. 2 ദൈവത്തിൻ്റെ കൽപ്പന. 3 ദൈവം എന്ന് പറയുന്നത് ശിക്ഷിക്കാനും രക്ഷിക്കാനും കഴിയുന്ന ആളാണ്. ഇതാണ് ഈ ദൈവം ഓറിയന്റഡ് റിലീജിയൻ. ഇതിനെ നമ്മൾ പറയുക സെമിറ്റിക് മതങ്ങൾ എന്ന് പറയും. എന്നാൽ ഹിന്ദു മതം എന്ന് പറയുന്നത് ആത്മീയ മതമാണ്. ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? ആത്മീയത എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഹിന്ദുക്കൾ പഠിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഇത്തരം ശബ്ദങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ റിയലി നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പം ഗീതയിൽ 8-ാം അധ്യായം നമുക്ക് കൃഷ്ണൻ പറഞ്ഞത് കുറേയും കൂടി മനസ്സിലാക്കിയാൽ ആത്മീയത എന്ന ശബ്ദം മനസ്സിലാവും.
ഗീതയിൽ 8-ാം അധ്യായത്തില് 3-ാം ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അക്ഷരം പരമം ബ്രഹ്മ സ്വഭാവോ അധ്യാത്മമുച്യതേ. സ്വഭാവം, ഓരോരുത്തരുടെയും സ്വഭാവം, ഈ സ്വഭാവത്തെയാണ് അധ്യാത്മം ഉച്യതേ, അധ്യാത്മം അഥവാ ആത്മീയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മനസ്സാണല്ലോ സ്വഭാവത്തിന്റെ കേന്ദ്രം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ആ സ്വഭാവത്തെ പ്രകടിപ്പിക്കാനുള്ള ഉപാധി മാത്രമാണ്. ഇപ്പം എല്ലാവരുടെ സ്വഭാവവും ഇരിക്കുന്നപ്പം ഒരാളുടെ സ്വഭാവം ശരിയില്ല പറഞ്ഞാൽ കണ്ണ് ശരിയില്ല, മൂക്ക് ശരിയില്ല, നാക്ക് ശരിയില്ല എന്നല്ലല്ലോ അർത്ഥം. അപ്പോൾ അവൻ്റെ സ്വഭാവത്തിന് ശരിയില്ല പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ണ് ശരിയില്ല എന്നാണോ? ഒരാളുടെ സ്വഭാവം ശരിയില്ല പറഞ്ഞാൽ ഒരാളുടെ മനോവിചാരങ്ങൾ, മനസ്സിലെ ചിന്തകൾ ശരിയല്ല, അങ്ങനെയല്ലേ? സ്വഭാവം മനസ്സുമായി ബന്ധപ്പെട്ടതാണോ? ഉത്തരം നിങ്ങൾ തരണം. ആണോ? ആണ്. അപ്പൊ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് സ്വഭാവമെങ്കിൽ മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് അധ്യാത്മം. അപ്പൊ ഈ വിഷയം ഉണ്ടല്ലോ കുറച്ചുകൂടി സയൻസ് ഓറിയന്റഡ് ആയിട്ട് വന്നു. മറ്റു നോക്കൂ, ദൈവം സൃഷ്ടിച്ചു, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അവസാനം ദൈവം രക്ഷിക്കുന്നു, ശിക്ഷിക്കുന്നു. അവിടെ മുഴുവൻ ആരെ വിശ്വസിക്കണം? കൂടെ വരുന്നില്ലേ നിങ്ങൾ? ആരെ വിശ്വസിക്കണം? ദൈവത്തിന്റെ. കാരണം ദൈവം പറഞ്ഞതിനനുസരിച്ചാണ്. ഇവിടെ ദൈവം എന്നല്ല പറയുന്നത്, ഇവിടെ അധ്യാത്മം എന്നാണ് പറയുന്നത്. അധ്യാത്മം എന്ന് പറഞ്ഞാൽ മനസ്സിനെ സംബന്ധിച്ചത്. ഇത് നിങ്ങളുടെ തലയിൽ ഉറപ്പിക്കണം. നിങ്ങൾ എന്താണ്? ഉറക്കെ പറയൂ. മനസ്സിനെ സംബന്ധിച്ചത്. അപ്പൊ മനസ്സിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി എന്നൊരു വിഭാഗമുണ്ട്. ഉണ്ടോ? അത് സയൻസ് ആണ്. ആണോ? ആണോ അല്ലയോ? അത് മനുഷ്യന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനമാണ്. അവർക്കത് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള വേറെ കാര്യം. മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ടാണല്ലോ സൈക്യാട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ്. ആണോ? കൂടെ വരണം നിങ്ങൾ. അപ്പോൾ ഇവിടെ അധ്യാത്മം എന്ന് പറയുന്ന സ്വഭാവം എന്ന വിഷയമാണെങ്കിൽ അത് സയൻസ് ആണോ? ഉറക്കെ പറയൂ. അപ്പൊ മറ്റൊരു റിലീജിയനിൽ നിന്ന് അടിസ്ഥാനമായിട്ട് നമ്മൾ വ്യത്യസ്തരല്ലേ? പറയൂ നിങ്ങൾ. ഞാൻ അതുകൊണ്ട് പ്രൂഫ് നിങ്ങളോട് പറയുന്നത് 8-ാം അധ്യായം ഗീതയിലെ 3. നിങ്ങളുടെ അടുത്ത് ഗീതാ പുസ്തകം കൂടി ഉണ്ടാവണം, എന്നാൽ ഈ ഭാഗവതം നിങ്ങൾക്ക് മനസ്സിലാവണം. കാരണം പലപ്പോഴും നമ്മുടെ ആചാര്യന്മാര് ഭാഗവത കഥയെ കഥാരൂപത്തിൽ ഭക്തിയായിട്ട് അവതരിപ്പിക്കുന്നവരാണ്. കാലം മാറുമ്പോൾ നമ്മൾ കോലം മാറണം. നമുക്കിന്ന് നമ്മൾ കൂടുതൽ ഇതിൻ്റെ അറിവ് വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഭാഗവതം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര കൃതിയല്ല, അത് സർവവേദാന്ത സാരം, എല്ലാ വേദത്തിൻ്റെയും സാരമാണ്. അപ്പം നമുക്ക് അടിസ്ഥാനമായി ചില വേദ സത്യങ്ങൾ, ശാസ്ത്ര സത്യങ്ങൾ, ഉപനിഷത് സത്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. ഭാഗവതം മാഹാത്മ്യം 2-ാം അധ്യായം 65-ാം ശ്ലോകം എടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ കൺവിക്ഷൻ വരുത്തണം. അല്ലെങ്കിൽ നിങ്ങൾ ബ്ലൈൻഡ്ലി ഞാൻ പറയുന്നത് കേൾക്കും. അങ്ങനെ നിങ്ങൾ ബ്ലൈൻഡ്ലി കേൾക്കുന്നവരായി മാറരുത്. നിങ്ങൾക്ക് തന്നെ വ്യക്തത വേണം. അതുകൊണ്ടാണ് പലപ്പോഴും അറിയും, ഇന്നത്തെ കാലത്ത് ഭാഗവത സപ്താഹം എന്ന് പറയുന്നത് പലപ്പോഴും കഥകളുടെ ഒരു ആവിഷ്കാരമായി മാറുമ്പോൾ എന്താണ് ഭാഗവതം എന്ന് നമുക്ക് തന്നെ പരിചയം ഉണ്ടാവില്ല. കഥ പറയുന്നതാണ് ഭാഗവതം. കാരണം കഥ നമുക്ക് നല്ല വേണം ആളുകളെ ആകർഷിക്കുന്ന വിധത്തിൽ പറഞ്ഞ് കുറച്ച് സമയം അങ്ങോട്ട് എൻഗേജ്ഡ് ആക്കാം. അപ്പം അതാണോ ഭാഗവതം എന്നത് നമ്മൾ തന്നെ വ്യക്തമാവണം. കാരണം നമുക്ക് ഗ്രന്ഥപരിചയമില്ല പലർക്കും. പുസ്തകം നമുക്ക് സംസ്കൃതം ആയതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ചില ശ്ലോകങ്ങളെങ്കിലും മനസ്സിലാക്കണം, അല്ലേ? വേണ്ടേ? അപ്പൊ ഭാഗവതത്തിലെ ഈ മാഹാത്മ്യത്തിലെ 2-ാം അധ്യായത്തിലെ 65-ാം ശ്ലോകം, ഞാൻ പറയുന്ന ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. കാരണം നിങ്ങളുടെ കൺവിക്ഷന് വേണ്ടി. കാരണം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കും ഈ ഒരു അറിവിനെ പകരാം. അപ്പൊ അവിടെ വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുന്നത്, ഈ ഭാഗവതം ശ്രീമദ് ഭാഗവത കഥാസു തത്കഥം ബോധയിഷ്യസി, അങ്ങനെയാണോ ശ്ലോകം? ആണോ? കാണുന്നുണ്ടോ നിങ്ങൾ? അതിൻ്റെ 2-ാമത്തെ വരി നോക്കൂ നിങ്ങൾ, അത് അടിവരയിട്ട് തത്കഥാസു വേദാർത്ഥാണ്. തത്കഥാസു, കാണുന്നുണ്ടോ വരികള്? തത്കഥാസു വേദാർത്ഥ. ഒന്ന് ഉറക്കെ പറയൂ. ശ്ലോകേ ശ്ലോകേ പദേ പദേ. ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിലും എന്തുണ്ട്? വേദത്തിന്റെ അർത്ഥമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ
കഥാസു വേദാർത്ഥ എന്ന് പറയുമ്പോൾ തന്നെ ഈ കഥകൾ സ്വതന്ത്രമാണോ? കൂടെ വരണം നിങ്ങൾ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ കഥകൾ പറയാനാണോ ഭാഗവതം പറഞ്ഞത്? അതിൻ്റെ അകത്ത് എന്തുണ്ട്? വേദത്തിന്റെ അർത്ഥമുണ്ട്. അപ്പൊ കഥകളോടൊപ്പം തന്നെ ഏതും പറയണം, വേദത്തിന്റെ അർത്ഥവും കൂടി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, ഇല്ലേ? തത് കഥാസു വേദാർത്ഥ എന്ന് പറയുമ്പോൾ തന്നെ ഇത് കേവലം ഒരു കഥാപുസ്തകമല്ല എന്നത് സ്പഷ്ടമാണ്. എൻ്റെ വരികളല്ല, എൻ്റെ വ്യാഖ്യാനമല്ല, വ്യാസഭഗവാൻ തൻ്റെ ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. തത് കഥാസു വേദ അർത്ഥ. അപ്പൊ ഇതിൻ്റെ അകത്ത് ചില വേദാർത്ഥങ്ങളുണ്ട്. അപ്പൊ വേദം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ അർത്ഥമെടുക്കേണ്ടത് ഉപനിഷത്തുക്കളെയാണ് ഇവിടെ വേദം എന്ന് പറയുന്നത്. എന്താണ്? അല്ലാതെ സാധാരണ ചൊല്ലുന്ന വേദം മാത്രമല്ല, അത് അതിൻ്റെ ഒരു കർമ്മകാണ്ഡം മാത്രമാണ്. വേദം എന്ന ശബ്ദത്തിന് അർത്ഥം എന്താണ്? വേദം. വേദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വേദം എന്ന് പറഞ്ഞാൽ അറിവ്. അറിവെന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യണം. അറിവ് രണ്ടെണ്ണമുണ്ട്. ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കണേ. ദ്വേ വിദ്യേ വേദിതവ്യേ, രണ്ട് വിദ്യകൾ അറിയണം. ഏതൊക്കെയാണ്? ഒന്ന് ഭൗതികമെന്നും രണ്ട് ആത്മീയമെന്നും. അതായത് മനസ്സുകൊണ്ട് അറിയുന്നതിനെ നമ്മൾ ഭൗതികം എന്ന് പറയുന്നു, മനസ്സിനെ അറിയുന്നതിനെ ആത്മീയം എന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ സബ്ജക്റ്റ് പഠിച്ചോളൂ, അതൊക്കെ മനസ്സുകൊണ്ട് അറിയുന്ന സബ്ജക്റ്റുകളാണ്. നമ്മുടെ മെമ്മറിയിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, അത് നമ്മുടെ മെമ്മറിയിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇപ്പം മെഡിക്കൽ ഡോക്ടറുടെ പ്രൊഫഷൻ ആയാലും ശരി, എഞ്ചിനീയറുടെ പ്രൊഫഷൻ ആയാലും ശരി, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയാലും ശരി, ഒരു ലോയർ ആയാലും ശരി, ഇനി മാനേജ്മെന്റ് എന്ത് പഠിക്കുന്നതായാലും ഇതെല്ലാം മനസ്സുകൊണ്ട് മനസ്സിലാക്കി മെമ്മറൈസ് ചെയ്യുന്നതാണ്. ആണോ അല്ലയോ? അതുകൊണ്ട് അത്തരം വിദ്യാഭ്യാസത്തെ മുഴുവൻ വിളിക്കുന്നതാണ് ഭൗതിക വിദ്യാഭ്യാസം. ഭൗതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ any knowledge which you are accumulating, understanding through mind, that is ഭൗതികം. മൈൻഡിനെ കുറിച്ച് പഠിക്കുന്ന വിദ്യാഭ്യാസമാണ്. കൂടെ വരണം നിങ്ങൾ. മനസ്സിനെ മനസ്സിലാക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ പേരാണ്, വിദ്യയുടെ പേരാണ് ആത്മീയം. അപ്പൊ രണ്ട് വിദ്യകളും ഇല്ലേ ഇവിടെ? ഉണ്ടോ? ഭൗതികവുമുണ്ട്. ഇപ്പം നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പ്രൊഫഷണൽ സെന്ററിലൊക്കെ പഠിക്കുന്നതെല്ലാം ഏത് വിദ്യയാണ്? ഏത് പഠിക്കുന്നില്ല? ആത്മീയത പഠിക്കില്ല. അതുകൊണ്ട് മനസ്സിന് എന്ത് സംഭവിക്കുന്നു എന്നത് നമ്മൾ ആരും പഠിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ട്രാപ്പിൽ ചെന്നപ്പെട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺഫ്യൂഷനിൽ പെട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചലഞ്ചിൽപ്പെട്ട് ആകെ ഷാറ്റഡായി പിന്നെ സൂയിസൈഡ്. അതുകൊണ്ടാണല്ലോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് ഫൂളിഷ്ലി ജീവിതം കൊണ്ട് തീർക്കുന്നത്. IIT പഠിക്കുന്നവർ തീർക്കുന്നില്ലേ ജീവിതം? അവർക്ക് എന്താ, ബുദ്ധിക്ക് എന്താ കുറവുണ്ടോ? ഇന്ന് മെഡിക്കൽ ഡോക്ടേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നില്ലേ? പ്രൊഫഷണൽ ആളുകൾ സൂയിസൈഡ്. കഴിഞ്ഞ ദിവസമാണ് കലൂരിലെ ഒരു SI പോയി തൂങ്ങി മരിച്ചു. അതൊക്കെ എന്തിൻ്റെ കുറവാണ് എനിക്കറിയില്ല. ഇങ്ങനെ ഡെയിലി നമ്മൾ പത്രത്തിൽ വായിക്കുന്നതൊക്കെ എഡ്യൂക്കേറ്റഡ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു, അരുണാചൽ പ്രദേശ് 2 ഡോക്ടർമാരാ സൂയിസൈഡ് ചെയ്തത്, ഒരു ടീച്ചറും പോയിട്ട്. കണ്ടില്ലേ നിങ്ങൾ? പത്രത്തിൽ വായിക്കുന്നില്ലേ? ഇവർക്ക് എന്താ നോളജിന് എന്ത് കുറവാണുള്ളത്? ഇവർക്കൊക്കെ ഇല്ലാത്തത് എന്താ വെച്ചാൽ ചില മെന്റൽ ക്ലാരിറ്റി. അവരവരെ കുറിച്ച് അവരൊക്കെ പറയൂ നിങ്ങൾ, അതില്ല. മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു വിദ്യ അവർക്ക് ഇല്ല. അപ്പൊ മനസ്സിനെ കുറിച്ചുള്ള ഒരു അറിവിന്റെ പേരാണ് അവർക്ക് പറയൂ. അപ്പൊ രണ്ട് വിദ്യകളുണ്ട്. അപ്പൊ ഇവിടെ ആത്മീയ വിദ്യയാണ് നമ്മുടെ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാഗവതം എന്ന് പറയുന്നത്, ഹിന്ദുമതം എന്ന് പറയുന്നത് ആത്മീയ വിദ്യയുടെ മതമാണ്. എന്താണ്? ആത്മീയ വിദ്യയുടെ മതമാണ് ഇത് ഹിന്ദുമതം. മറ്റതൊക്കെ ദൈവത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. ഇത് രണ്ട് വാക്കുകൾ, ഒന്ന് ദൈവത്തിൻ്റെ വിശ്വാസം, ഇത് ആത്മീയം. ഇത് രണ്ടും രണ്ട് ഡയറക്ഷനിൽ പോകുന്ന റിലീജിയനാണ്. മനസ്സിലാവുണ്ടല്ലോ? നമ്മളെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനല്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ വരികയാണ്. അപ്പം ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പം ഈ വിദ്യ നമ്മളെ കൊണ്ടുപോകുന്നത് മനുഷ്യനെ കൂടുതൽ മനസ്സിലാക്കി തരുന്ന ആ ഒരു തലത്തിലേക്കാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന നിലയ്ക്ക് ആദ്യം നമ്മളെ പഠിപ്പിക്കുന്ന വിദ്യയുടെ പേരാണ് സാംഖ്യയോഗം.
എന്താണ്? സാങ്ക്യ ഫിലോസഫി എന്ന്. അപ്പൊ സാങ്ക്യയോഗം ഹിന്ദുമതത്തിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന നിലയ്ക്ക് ആദ്യം പഠിക്കേണ്ടതാണ് ഏത്? സാങ്ക്യയോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ സാങ്ക്യയോഗമാണ് കൃഷ്ണൻ ഗീതയിൽ തുടങ്ങുന്നത്. 2nd ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാം. 2nd ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുമ്പോൾ കൃഷ്ണൻ പറയുന്നത് എന്താണ്? ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായം യോഗശാസ്ത്രേ സാങ്ക്യയോഗോ നാമ എന്നാണ് 2nd ചാപ്റ്ററിന് പേരിട്ടിരിക്കുന്നത്. എന്താണ്? സാങ്ക്യയോഗം. സാങ്ക്യയോഗം എന്ന് പറയുന്നത് സംഖ്യ, ആ വാക്ക് തന്നെ സാങ്ക്യയോഗത്തിൽ നിന്നുണ്ട് ഒരു സംഖ്യയുണ്ട്. ഇപ്പൊ ഇവിടെ സംഖ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാക്സിനെ അല്ല, നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി പഠിക്കുക, വേർപ്പെടുത്തി പഠിക്കുക. ഇപ്പോൾ 1, 2 എന്ന് പഠിക്കുന്ന പോലെ നമ്മൾ ഓരോന്ന് കണ്ട് എണ്ണി പഠിക്കുക. എന്താണ്? ഒന്നൊന്നായി എണ്ണി എന്ന് നാരായണ ഗുരുദേവൻ പറയുന്നത് ഈ സാങ്ക്യയോഗത്തിന്റെ ശബ്ദത്തെ എടുത്തുകൊണ്ടാണ്. തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എന്താണ് ഇവിടെ സംഖ്യ എന്നത്? ഇപ്പൊ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾ കാണുന്നു. അതിൽ പിന്നെ പഞ്ചഭൂതം, പഞ്ച ഇന്ദ്രിയം, അങ്ങനെ എണ്ണി പോകാൻ പറ്റും. ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇത്രയും നിങ്ങളുടെ ഉള്ളിൽ അറിയണം. ഒന്ന്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് 2 ശരീരമുണ്ട്. എത്ര ശരീരം? 2 ശരീരം. 2 ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്വഭാവം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതല്ലാതെ പലരും പറയല്ലേ, ഇപ്പൊ കാണുന്ന പോലെ നല്ലട്ടോ സ്വാമി മനുഷ്യന്ന്. ഇയാളുടെ സ്വഭാവം വീട്ടിലെത്തിയാൽ നിങ്ങളൊന്നും പറയാറില്ലേ? അത് മിക്കവാറും സ്ത്രീകൾ ഭർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണത്. നിങ്ങളോടൊന്നും പെരുമാറുന്ന പോലെയല്ല ഈ മനുഷ്യന്റെ തനി സ്വഭാവം. വീട്ടിലെത്തിയാൽ ആളുടെ മട്ടും ഭാവമൊക്കെ ഒന്ന് വേറെയാണ്. ഇവിടെ വലിയ ഇതായിട്ടൊക്കെ നിൽക്കും ആള് എന്ന് പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും 2 ശരീരമുണ്ട്. ഏതാ 2 ശരീരം? ഒന്ന് സ്ഥൂല ശരീരവും 2 സൂക്ഷ്മ ശരീരവും. എന്താ ഒന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ മനസ്സ്, പ്രാണൻ, ഈ ചേർന്നിരിക്കുന്ന സംഘാതത്തെ, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ പറ്റാത്ത മനസ്സ്, പ്രാണൻ, ബോധം തുടങ്ങിയിട്ടുള്ള ഈ സംഘാതത്തെയാണ് നമ്മൾ എന്താ പറയുക? സൂക്ഷ്മ ശരീരം. കാണാൻ പറ്റുന്ന ശരീരത്തെയാണ് സ്ഥൂല ശരീരം. അപ്പൊ സൂക്ഷ്മ ശരീരമായ മനസ്സിന് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമാണ് ഏത്? കൂടെ വന്നില്ല നിങ്ങൾ? സൂക്ഷ്മ ശരീരമായ മനസ്സിന് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമാണ് അവർക്ക് പറയൂ, സ്ഥൂല ശരീരം. അപ്പൊ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് കണ്ണല്ല, കാഴ്ച എന്ന അനുഭവം ഉണ്ടാവുന്നത് കണ്ണിലല്ല. എവിടെയാണ്? മനസ്സിലാണ്. കേൾക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണല്ലോ മ്യൂസിക്കൊക്കെ കാതിൻ്റെ ഉള്ളിൽ 2 എടുത്ത് കുത്തുന്നത്. അത് ആഗ്രഹിക്കുന്നത് മനസ്സാണ്. രുചിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പറയൂ മനസ്സാണ്. അപ്പം വെള്ളം ദാഹിക്കുന്നു, കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് മനസ്സാണ്. അപ്പം മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ചിന്തകളെ പ്രവർത്തിക്കാനും അതിനെ അനുഭവപ്പെടുത്തുവാനൊക്കെ അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു ഉപാധി, ഉപകരണമാണ് ഏത്? അവർക്ക് പറയൂ, സ്ഥൂല ശരീരം. നിങ്ങൾ നോക്കൂ, മനസ്സെന്നൊരു സാധനമില്ലെങ്കിൽ ഈ ശരീരം ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ശരീരത്തെക്കുറിച്ചായിരുന്നോ മനസ്സിനെ കുറിച്ചായിരുന്നോ? ഇതിനെക്കുറിച്ചാണ്. കാരണം ശരീരം എന്നത് കേവലം മനസ്സിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ഉപാധിയാണ്, ഉപകരണമാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടിയിരുന്നത് മനസ്സിനെ കുറിച്ചാണ്. എന്നാൽ നമ്മുടെ ഹോൾ സിസ്റ്റം, സയൻസ് ഏതിനെ ഇഗ്നോർ ചെയ്തു? നമുക്ക് എന്തറിയാം മനസ്സിനെ കുറിച്ച്? ഒരു ചുക്കും അറിയില്ല. വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ സാങ്ക്യം എന്ന് പറഞ്ഞാൽ 2. ഒന്നാമത്തത് 2. എന്താണ് ഒന്നാമത്തത്? സ്ഥൂല ശരീരവും രണ്ടാമത്തത് സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരമായ ഈ മനസ്സ്, അതിനെക്കുറിച്ച് എന്തിനാ പഠിക്കുന്നത്? കാരണം ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വം, ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം നിലനിൽക്കുന്നത് എവിടെയാ?
ഞാൻ എവിടെയാണ് നിലനിൽക്കുന്നത്? ഇപ്പം നമുക്കത് ഉത്തരമില്ലാത്തത് എന്തുകൊണ്ടാണ്? നമുക്കത് ഉറപ്പ് വരുന്നില്ല, നമ്മളത് പഠിച്ചിട്ടില്ല, നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാനെന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ചെറുപ്പത്തിലെ ആണായിട്ടും പെണ്ണായിട്ടും അങ്ങനെ വളർന്ന് അച്ഛനായിട്ടും അമ്മയായിട്ടും ഭാര്യയായിട്ടും ഭർത്താവായി നമ്മൾ ഈ സ്ഥൂല ശരീരത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എന്നാൽ ഞാനെന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരമായ മനസ്സാണ്, മനസ്സംഘാതമാണ്. ഞാനെന്ന് പറയുന്നത് ആരാണ്? സൂക്ഷ്മ ശരീരമായ ഉറക്കെ പറയൂ നിങ്ങൾ, മനസ്സാണ്. അതെങ്ങനെ മനസ്സിലായി? മനസ്സുണർന്നാലേ ഞാനുള്ളൂ. മനസ്സുണർന്നില്ലെങ്കിൽ ഉറക്കെ പറയൂ നിങ്ങൾ, ഞാനുണ്ടോ? നമ്മളുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക വാക്ക്? അദ്ദേഹം അല്ലെങ്കിൽ അവര് നമ്മളെ ഉറക്കെ പറയൂ വിട്ടുപോയി. എന്നാ ആ വ്യക്തി വിട്ടുപോയത് വ്യക്തിയല്ലല്ലോ, വിട്ടുപോയത് ആ വ്യക്തിയിലെ ഒരു ശക്തിയാണ് വിട്ടുപോയത്. അപ്പൊ ആ ശക്തി വ്യക്തിയാണോ വ്യക്തിത്വമാണോ? ഈ വാക്കുകളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അയാളുടെ വ്യക്തിത്വം എന്ന് പറയുന്ന, അല്ലെ, അയാളുടെ ആ ശക്തി എന്ന് പറയുന്നത്, അയാൾ വിട്ടുപോയാൽ, ആ ശക്തി വിട്ടുപോയാൽ പിന്നെ ആളാ ശരീരത്തിൽ ഇല്ല. അപ്പൊ നമ്മളെന്ന് പറയുന്നത് ഈ സ്ഥൂല ശരീരമല്ല, നമ്മളെന്ന് പറയുന്നത് ഉറക്കെ പറയൂ സൂക്ഷ്മ ശരീരമാണ്. ആ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവനവനെ കുറിച്ച് പഠിക്കലാണ്. അവനവനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതില്ലേ?